ഇപ്പോൾ രമേശ് ചെന്നിത്തല ടെലിഫോൺ ലൈനിലൂടെ ശ്രീ രമേശ് ചെന്നിത്തല, കേരള രാഷ്ട്രീയത്തിലൊരു യുഗം, ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. അങ്ങ് VS-നെ എങ്ങനെ ഓർക്കുന്നു? അതെ, ഞാൻ വളരെ കുട്ടിക്കാലത്ത് 8 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി ഞാൻ ശ്രീ അച്യുതാനന്ദനെ കാണുന്നത്. ചെന്നിത്തലയിലെ ഒരു പാർട്ടിയുടെ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന അച്യുതാനന്ദനെ ഞാൻ ദൂരെ നിന്ന് കണ്ട ഒരാളാണ്. അന്ന് വലിയ തടിച്ച ശരീരത്തോടു കൂടിയ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന അദ്ദേഹത്തെ കൗതുകത്തോടെ ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹമായിട്ട് അടുത്ത് പ്രവർത്തിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ആ രൂപമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകത ഉണ്ട്. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്? ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ളത്, കുട്ടനാട്ടിൽ പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ ആളുകളെ ആകർഷിക്കാൻ ഈ ശൈലിയാണ് ആവശ്യം എന്ന്. അതുകൊണ്ടാണ് അടുത്ത സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തോട് ആ സമരത്തെ പറ്റി, അദ്ദേഹത്തിന്റെ ഒളിവ് ജീവിതത്തെ പറ്റിയൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. VS-ന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് പറയുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു. നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ ഞാനും അദ്ദേഹം തമ്മിൽ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നെ വളരെ ഇഷ്ടമായിരുന്നു അച്യുതാനന്ദൻ. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടുകൾ എപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്തത പുലർത്തിയ നേതാവാണ് അദ്ദേഹം. പാർട്ടിക്ക് അതീതമായി തന്നെ അതുകൊണ്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമായത് മാത്രമല്ല, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായി വേണമെന്ന് എനിക്ക് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കാരണം പാർട്ടി പിളർന്ന കാലഘട്ടത്തിൽ അന്ന് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം അവസാന SUT-യിൽ അവസാന ശ്വാസം വലിക്കുന്നത് വരെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. തീർച്ചയായും വലിയ സ്നേഹവും വാത്സല്യവും എനിക്ക് നൽകിയ അച്യുതാനന്ദന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.